എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി നടക്കാനിരിക്കുന്ന 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പദവികൾ എന്ന ഒരു ടോപ്പിക്കാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമുവാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി. കേരള ഗവർണർ ആരാണ്? നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കറാണ് നിലവിലെ കേരള ഗവർണർ. നിലവിലെ കേരള സംസ്ഥാന മുഖ്യമന്ത്രി ആരാണ്? കേരള സംസ്ഥാന മുഖ്യമന്ത്രി വി ഡി സതീശനാണ് നിലവിലെ കേരള സംസ്ഥാന മുഖ്യമന്ത്രി. വി ഡി സതീശന്റെ മണ്ഡലം പറവൂർ. നിലവിലെ കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ് കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന്റെ മണ്ഡലം ഹരിപ്പാട്. നിലവിലെ കേരള ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയാണ് കേരള ചീഫ് സെക്രട്ടറി. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി. നിലവിലെ സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്താണ് നിലവിലെ സുപ്രീം കോടതി 53ാമത് ചീഫ് ജസ്റ്റിസ്. 52ാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ബി ആർ ഗവായി ആയിരുന്നു 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെന്നാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ് 9ാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എം പരീത് പിള്ളയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി ആരാണ്? പി ആർ രമേശാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി. നിലവിലെ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയിലെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ വജാഹത്ത് ഹബീബുള്ളയായിരുന്നു ഇന്ത്യയിലെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ ദീപക് സന്ധു ആണ് ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. നിലവിലെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ. ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ നിലവിലെ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ വിജയകിഷോർ രഹത്കർ ആണ് 9ാമത് ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ. നിലവിലെ കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ്? കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ
പി സതീദേവിയാണ് നിലവിലെ കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാറാണ് ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരളത്തിന്റെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? കേരളത്തിന്റെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറാണ് ഡോക്ടർ എ കൗശികനാണ് കേരളത്തിന്റെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. നിലവിലെ ISRO ചെയർമാനാണ് ഡോക്ടർ വി നാരായണനാണ് ISRO ചെയർമാൻ. DRDO ചെയർമാൻ. നിലവിലെ DRDO ചെയർമാൻ രാജേഷ് കുമാർ സിംഗ് ആണ് നിലവിലെ DRDO ചെയർമാൻ. നിലവിലെ കേരള PSC ചെയർമാൻ ആരാണ്? കേരള PSC ചെയർമാനാണ് ഡോക്ടർ MR ബൈജു ആണ് നിലവിലെ കേരള PSC ചെയർമാൻ. UPSC ചെയർമാൻ. നിലവിലെ UPSC ചെയർമാനാണ് അജയ് കുമാറാണ് UPSC ചെയർമാൻ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റാണ് PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് അന്തർ സിംഗ് ആര്യയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണാണ് വാലേറ്റി പ്രേംചന്ദാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ. നിലവിലെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണാണ് KV മനോജ് കുമാറാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ. കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറലാണ് ജാജു ബാബു ആണ് കേരള അഡ്വക്കേറ്റ് ജനറൽ. കേരളത്തിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആരാണ്? കേരളത്തിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് ടി ആസഫ് അലിയാണ് കേരളത്തിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലകാണ് കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിശ്രിയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി. ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറിയാണ് ഗോവിന്ദ് മോഹനാണ് ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി. ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് TV സോമനാഥനാണ് ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയാണ് രാജേഷ് കുമാർ സിംഗ് ആണ് ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി. 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയാണ് 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. നീതി ആയോഗിന്റെ ചെയർമാനാണ് നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ. നീതി ആയോഗിന്റെ നിലവിലെ താൽക്കാലിക CEO ആരാണ്? നീതി ആയോഗിന്റെ നിലവിലെ CEO ആണ് നിധി ചിബ്ബറാണ് നീതി ആയോഗിന്റെ നിലവിലെ താൽക്കാലിക CEO. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിന്റെ വൈസ് ചെയർമാനാണ് അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ. നിലവിലെ RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്രയാണ്
RBIയുടെ 26ാമത് ഗവർണർ. നിലവിലെ SBI ചെയർമാൻ ആരാണ്? നിലവിലെ SBI ചെയർമാനാണ് ചല്ല ശ്രീനിവാസലു ഷെട്ടി. ചല്ല ശ്രീനിവാസലു ഷെട്ടിയാണ് നിലവിലെ SBIയുടെ ചെയർമാൻ. സെബി ചെയർമാൻ. സെബിയുടെ ചെയർമാൻ തുഹിൻകാന്ത പാണ്ഡെ. തുഹിൻകാന്ത പാണ്ഡെയാണ് സെബിയുടെ ചെയർമാൻ. നബാർഡിൻ്റെ ചെയർമാൻ ആരാണ്? നബാർഡിൻ്റെ ചെയർമാനാണ് ഷാജി KV. ഷാജി KV ആണ് നബാർഡ് ചെയർമാൻ. ഇന്ത്യയുടെ CAG. ഇന്ത്യയുടെ CAG ആണ് K സഞ്ജയ് മൂർത്തി. K സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ നിലവിലെ CAG. അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറലാണ് R വെങ്കിട്ട രമണി. R വെങ്കിട്ട രമണിയാണ് അറ്റോർണി ജനറൽ. സോളിസിറ്റർ ജനറൽ. നിലവിലെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ. നിലവിലെ കേരള വ്യവസായ IT വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേരള വ്യവസായവും ITയും വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? PK കുഞ്ഞാലിക്കുട്ടി. PK കുഞ്ഞാലിക്കുട്ടിയാണ് നിലവിലെ കേരളത്തിലെ വ്യവസായം IT വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി. കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലം മലപ്പുറം. നിലവിലെ കേരള ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? കേരള ഗതാഗത വകുപ്പ് മന്ത്രിയാണ് CP ജോൺ. CP ജോണാണ് നിലവിലെ കേരള ഗതാഗത വകുപ്പ് മന്ത്രി. CP ജോണിൻ്റെ മണ്ഡലം തിരുവനന്തപുരം. നിലവിലെ കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി. കേരള ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് K മുരളീധരൻ. K മുരളീധരനാണ് കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി. K മുരളീധരൻ്റെ മണ്ഡലം വട്ടിയൂർക്കാവ്. നിലവിലെ കേരള വൈദ്യുത വകുപ്പ് മന്ത്രി ആരാണ്? കേരള വൈദ്യുത വകുപ്പ് മന്ത്രിയാണ് സണ്ണി ജോസഫ്. സണ്ണി ജോസഫാണ് കേരള വൈദ്യുത വകുപ്പ് മന്ത്രി. സണ്ണി ജോസഫിൻ്റെ മണ്ഡലം പേരാവൂർ. നിലവിലെ കേരള വനം നൈപുണ്യ വികസനം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? നിലവിലെ കേരള വനം നൈപുണ്യ വികസനം വകുപ്പ് മന്ത്രി ആരാണ്? ഷിബു ബേബി ജോൺ. ഷിബു ബേബി ജോണാണ് നിലവിലെ കേരള വനം നൈപുണ്യ വികസനം വകുപ്പ് മന്ത്രി. ഷിബു ബേബി ജോണിൻ്റെ മണ്ഡലം ചവറ. നിലവിലെ കേരള ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേരള ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. PC വിഷ്ണുനാഥാണ് നിലവിലെ കേരള ടൂറിസം വകുപ്പ് മന്ത്രി. PC വിഷ്ണുനാഥിൻ്റെ മണ്ഡലം കുണ്ടറ. കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ്? കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് PK ബഷീർ. PK ബഷീറാണ് കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. PK ബഷീറിൻ്റെ മണ്ഡലം ഏറനാട്. കേരള ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ്? കേരള ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് K മുരളീധരൻ. K മുരളീധരനാണ് കേരള ദേവസ്വം വകുപ്പ് മന്ത്രി. കേരളത്തിൻ്റെ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് KM ഷാജി. KM ഷാജിയാണ് നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. KM ഷാജിയുടെ മണ്ഡലം വേങ്ങര. കേരള പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? കേരള പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിയാണ് സണ്ണി ജോസഫ്. സണ്ണി ജോസഫാണ് കേരള പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി. കേരള റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? കേരള റവന്യൂ വകുപ്പ് മന്ത്രിയാണ് AP അനിൽകുമാർ. AP അനിൽകുമാറാണ് കേരള റവന്യൂ വകുപ്പ് മന്ത്രി. AP അനിൽകുമാറിൻ്റെ മണ്ഡലം വണ്ടൂർ. നിലവിലെ കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് PC വിഷ്ണുനാഥ്. PC വിഷ്ണുനാഥാണ് നിലവിലെ കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി. കേരള കൃഷി വകുപ്പ് മന്ത്രി. നിലവിലെ കേരള കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? T സിദ്ദിഖ്. T സിദ്ദിഖാണ് നിലവിലെ കേരള കൃഷി വകുപ്പ് മന്ത്രി. T സിദ്ദിഖിൻ്റെ മണ്ഡലം കൽപ്പറ്റ. കേരള തൊഴിൽ വനിതാ ശിശുക്ഷേമം ക്ഷീരവികസനം വകുപ്പ് മന്ത്രി ആരാണ്? കേരള തൊഴിൽ വനിതാ ശിശുക്ഷേമം ക്ഷീരവികസനം വകുപ്പ് മന്ത്രി ആരാണ്? ബിന്ദു കൃഷ്ണ. ബിന്ദു കൃഷ്ണയാണ് കേരള തൊഴിൽ വനിതാ ശിശുക്ഷേമം ക്ഷീരവികസന വകുപ്പ് മന്ത്രി. ബിന്ദു കൃഷ്ണയുടെ മണ്ഡലം കൊല്ലം. കേരള കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? കേരള കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? OJ ജനീഷ്. OJ ജനീഷാണ് കേരള കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി. OJ ജനീഷിൻ്റെ മണ്ഡലം കൊടുങ്ങല്ലൂർ.
കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് റോജി എം ജോൺ. റോജി എം ജോൺ ആണ് കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. റോജി എം ജോണിന്റെ മണ്ഡലം അങ്കമാലി. കേരള പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? കേരള പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് കെ എ തുളസി. കെ എ തുളസിയാണ് കേരള പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി. കെ എ തുളസിയുടെ മണ്ഡലം കോങ്ങാട്. കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുൾ ഗഫൂർ. വി അബ്ദുൾ ഗഫൂർ ആണ് കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി. വി അബ്ദുൾ ഗഫൂറിന്റെ മണ്ഡലം കളമശ്ശേരി. കേരള നിയമസഭാ സ്പീക്കർ. കേരള നിയമസഭാ സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കേരള നിയമസഭാ സ്പീക്കർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മണ്ഡലം കോട്ടയം. കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാനാണ് കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ. ഷാനിമോൾ ഉസ്മാന്റെ മണ്ഡലം അരൂർ. 16ാം കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കർ ആരാണ്? 16ാം കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കറാണ് ജി സുധാകരൻ. ജി സുധാകരനാണ് 16ാം കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കർ. ജി സുധാകരന്റെ മണ്ഡലം അമ്പലപ്പുഴ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് ആന്റോണിയോ ഗുട്ടറസ്. ആന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ. കെ എൻ ഹരിലാലാണ് 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടിയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ. അജയ് ബംഗയാണ് ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷ. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷയാണ് ക്രിസ്റ്റി കോവൻട്രി. ക്രിസ്റ്റി കോവൻട്രിയാണ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷ. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് സി ജോസഫ് വിജയ്. സി ജോസഫ് വിജയാണ് തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ. അജിത് ഡോവലാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറി. ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറിയാണ് പീയൂഷ് ഗോയൽ. പീയൂഷ് ഗോയലാണ് ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറി. കേന്ദ്ര റെയിൽവേ മന്ത്രി. നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ്. അശ്വിനി വൈഷ്ണവാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സെക്രട്ടറി. നിലവിലെ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സെക്രട്ടറിയാണ് എസ് രാജീവ് കുമാർ. എസ് രാജീവ് കുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സെക്രട്ടറി. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് വി സുനിൽകുമാർ. വി സുനിൽകുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലത്തെ അധ്യക്ഷൻ.